ഹായ് ഹലോ, ഇന്നത്തെ വർക്ക് കണ്ടാലോ? ഇത് 3 നൈറ്റി മെറ്റീരിയലാണ്. ഇതൊരു ആൽഫൈൻ്റെ നൈറ്റി മെറ്റീരിയലാണ്. ഈ ആൽഫൈൻ്റെ നൈറ്റി മെറ്റീരിയൽ ഭയങ്കര സോഫ്റ്റാണ് കേട്ടോ. പിന്നെ സീത്രൂ അല്ല, നമുക്ക് ഇടുമ്പോൾ നല്ല കംഫർട്ടബിളായിട്ടിരിക്കും. ഇത് രണ്ടും കോട്ടൻ്റെ മെറ്റീരിയലാണ്. ഇത് 3 യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പോകുന്ന ഇത് നൈറ്റി അല്ല കേട്ടോ, ഫ്രോക്ക് നൈറ്റി അല്ല, കുർത്തയാണ് കേട്ടോ. ഡെയിലി വെയറിന് യൂസ് ചെയ്യാനായിട്ട് അവർക്ക് കുർത്തയായിട്ട് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്തതെന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ ആദ്യത്തെ ഈ ഒരു ബ്ലൂ കളറ് ചെയ്തിട്ടുള്ളത് കണ്ടോ, ക്യാൻവാസിൽ മറച്ചടിച്ചിട്ടുള്ള നെക്കാണ് കേട്ടോ. അരികത്തായിട്ടൊരു ലേസ് കൊടുത്തിട്ടുണ്ട്. സ്ലീവിലും ഒരു പടി പിടിപ്പിച്ചിട്ട് അതിൻ്റെ അരികത്തായിട്ടാണ് പൈപ്പിംഗ് പോലെ ലേസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇതാണ് ഒരു കുർത്ത. ഇത് രണ്ടാമത്തത് ആൽഫൈൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് കോളർ നെക്ക് വെച്ച് ചെയ്തിട്ടുള്ളൊരു കുർത്തയാണ് കേട്ടോ. സിമ്പിൾ കോളർ, പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല ഇതിനകത്ത്. പിന്നെ എന്താ ചെയ്തിട്ടും കാര്യമില്ല, കൊണ്ട് മീൻസ് കളറും പ്രിൻ്റൊക്കെ അങ്ങനെ ആയതുകൊണ്ട്. ലൈനിങ് 3നും ലൈനിങ് ഇട്ടിട്ടില്ല. ഡെയിലി വെയർ ആയതുകൊണ്ട് ലൈനിങ് ഒന്നും വേണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി മൂന്നാമത്തെ മെറ്റീരിയൽ കോട്ടൻ്റെ മെറ്റീരിയലാണ്. ഇത് ഒരു സ്ക്വയറിനൊക്കെ കൊടുത്തിട്ട് ഇതിനകത്ത് ആകെ വ്യത്യസ്തമായിട്ട് ചെയ്തെന്ന് പറയാനായിട്ട് സ്ലീവിൻ്റെ എൻഡിൽ ഒരു ഇലാസ്റ്റിക് മോഡൽ സ്ലീവാണ് കൊടുത്തിരിക്കുന്നത്. ഇലാസ്റ്റിക് അടിയിൽ നിന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പഫ് സ്ലീവ് പോലെ കിടക്കും, പക്ഷെ മുകളിലല്ല, പഫ് താഴെയായിട്ടാണ് വരിക എന്ന് മാത്രം. ഇതിന് ലൈനിങ് കൊടുത്തിട്ടില്ല, സ്ലിറ്റഡ് ടോപ്പാണ്, സ്ക്വയറിനൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, അങ്ങനെയാണ് ഈ 3 ഡ്രസ്സും ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കിഷ്ടമായോ?